ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇതാ ഈ ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതിന് മറുപടിയായി ഹമാസ് നൽകിയത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന ഒരു ഭൂമിയൊന്നുമല്ല, അങ്ങനെ ഒരു ഭൂപ്രദേശമല്ല ഗസ മുനമ്പ് എന്നതായിരുന്നു ഹമാസിന്റെ പ്രതികരണം. പക്ഷേ ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഭൂമി തന്നെയാണ്, ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കും, ആ ഭൂമിയെ സ്വപ്നസുന്ദരമായ ഒരു ഭൂമിയാക്കി മാറ്റും. അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ. അതേസമയം അവിടേക്ക് ഹമാസിന് മടങ്ങിയെത്താൻ അവസരം ഉണ്ടായിരിക്കില്ല. ഹമാസ് ഉൾപ്പെടുന്ന വിഭാഗത്തിന് അറബ് രാജ്യങ്ങളിൽ പാർപ്പിട സൗകര്യം ഒരുക്കും. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംവിധാനങ്ങളെ പോലും നോക്കുകുത്തിയാക്കുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. ട്രംപ് പറയുന്നത് പോലെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ഇത്? ട്രംപ് ആ നിലപാട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ശ്രീ ഷാബു പ്രസാദ്? അൺമ്യൂട്ട് ചെയ്ത ശേഷം ഒന്ന് സംസാരിക്കാമോ? പറയൂ. ഇപ്പം ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാല് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മിഡിൽ ഈസ്റ്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ന് അമേരിക്കയുടെ പിന്തുണയിലാണ് നിലനിൽക്കുന്നത് തന്നെ. അവരുടെ സൈനിക സപ്പോർട്ടായാലും ശരി, സൈനിക താവളങ്ങളായാലും ശരി, ടെക്നോളജിക്കൽ കോപ്പറേഷൻസ് ആയാലും ശരി, എല്ലാം കൊണ്ടും അത് ഏറ്റവും ശക്തരായ സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും എല്ലാം നിലനിൽക്കുന്നത് അവരുടെ ആ ഒരു നിലനിൽപ്പിന്റെ തന്നെ ഇന്നത്തെ കാലത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവർക്ക് വഴങ്ങേണ്ടി വരും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കഴിഞ്ഞ 1.5 വർഷമായി അവിടെ യുദ്ധം നടക്കും. ഇവിടെ നമ്മുടെ ഈ TV ചാനലുകളിലൊക്കെ ഇരുന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ഈ അറബ് രാജ്യങ്ങൾ നിന്നൊന്ന് മൂത്രം ഒഴിച്ചാൽ മതി, ഇസ്രായേൽ അങ്ങ് ഒലിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ ഇവിടെ നടന്നു. എന്തേ മൂത്രം ഒഴിക്കാൻ, എന്തേ മൂത്രം മുട്ടിപ്പോയത്, എന്താ ചെയ്യാതിരുന്നു? ഈ കുറച്ച് എതിർപ്പുകൾ അല്ലെങ്കിൽ കുറെ ഒരു പ്രമേയം പാസാക്കല്, കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറച്ചില്, ഇതല്ലാതെ ഇസ്രായേൽ അവിടെ അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് നടത്തുക തന്നെ ചെയ്തു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവർ നിസ്സഹായരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമേരിക്കയെ പിണക്കാനോ അമേരിക്കയും അമേരിക്കയുടെ തീരുമാനങ്ങളെയും പിണക്കാനോ എതിർക്കാനോ അവർക്ക് കഴിയില്ല. അതിനൊരു വലിയ പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ ഈ നിർദ്ദേശം അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചാൽ അവർക്കത് പ്രായോഗികമാണ്. അവർ തീരുമാനിച്ചാൽ അത് കാര്യം അറബ് രാജ്യങ്ങൾക്ക് അവ അനുസരിക്കേണ്ടി വരും, അതിന് വഴങ്ങേണ്ടി വരും. അതാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നല്ലേ ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ നേരത്തെ തന്നെ ഈ ഗസയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടായപ്പോൾ ഹമാസിന്റെ പ്രതികരണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അത്തരം ചർച്ചകൾ താൻ ആരംഭിക്കുന്നു. ജോർദാൻ രാജാവുമായി അടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നു, അത് ആരംഭിച്ചു. അതിന്റെ ഇൻപുട്ടുകൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ കാത്തിരിക്കണം. എങ്കിൽ പോലും അത് തീരുമാനിച്ചുറപ്പിച്ചു ട്രംപ് അമേരിക്ക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. എന്തു തന്നെയാലും ഇതിന്റെ അകത്ത് എതിർപ്പുള്ളത് ആർക്കാണ്? പ്രധാനമായിട്ടും ഹമാസിന് മാത്രമാണ്. ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ആ സാധാരണ ജനങ്ങളെ മറയാക്കിക്കൊണ്ട്, അവരെ പരമാവധി ഇരകളാക്കിക്കൊണ്ട്, അവരെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവരുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ വിലപേശുക എന്നുള്ള ഒരു രീതിയാണ് ഹമാസ് എന്നും പിന്തുടരുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയും, ഈ വിയറ്റ്നാം കോളനി സിനിമയില്ലേ, ആ വിയറ്റ്നാം കോളനി സിനിമയിലെ കുറെ ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ആ വിയറ്റ്നാം കോളനിക്കകത്തെ ജനങ്ങളുടെ നിസ്സഹായതയാണ്. ആ ജനങ്ങൾ ഇല്ലാതായാൽ, ആ ജനങ്ങൾ അവിടെ നിന്ന് മാറിയാൽ, ആ ജനങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവര് തീർന്നു. അതാണ് ഹമാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് ഹമാസിനെ ഇവർ തകർക്കാൻ. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഈ ജനങ്ങളെ പൂർണ്ണമായും മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കുക, 20 ലക്ഷം പേരെയൊക്കെ അങ്ങനെ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അതിൽ നിന്ന് താല്പര്യമുള്ളവരെ അവർക്ക് അവിടം വിട്ടുപോകാം, അങ്ങനെയുള്ളവരെ അവിടെ ഏറ്റെടുക്കുക. പക്ഷെ ഹമാസിന് ഈ പുനർനിർമ്മിക്കാൻ പോകുന്ന ഗാസയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന കാര്യം
ഒരു കാര്യമുണ്ട്, ഇവിടെ അത് ഇസ്രയേലും അമേരിക്കയും ഉറപ്പിക്കും. ഇത് ഇനിയും അന്ന് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നടന്നതുപോലെയുള്ള ഒരു ഭീകരാക്രമണം ഇനിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ അത് എത്ര അസാധ്യമെന്ന് തോന്നാവുന്നതാണെങ്കിലും അവർ എടുക്കുകയും ചെയ്യും, നടപ്പാക്കുകയും ചെയ്യും. ഞാൻ താങ്കൾ